ഞാൻ പുള്ളി മൂവി കണ്ട ക്ഷീണം ലിജോയുടെ മുഖത്ത്, അല്ല ഉറങ്ങിയ ക്ഷീണം ജെഡുവിന്റെ മുഖത്ത്, അറഞ്ഞം പുറഞ്ഞ പോപ്കോണും പെപ്സിയും കുടിച്ച ക്ഷീണത്തിൽ കിട്ടാത്ത വിഷമം എൻ്റെ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞേ ലിറ്റിയുടെ വീഡിയോക്കകത്തൊക്കെ ഞാൻ ശ്രദ്ധിച്ചു, മിക്ക വീഡിയോസിലും അടുപ്പിച്ച് ഒരേ ഡ്രസ്സ് തന്നെ ലിറ്റി ഇട്ടേക്കുന്നതെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ, ദൈവമേ, ഞാൻ അങ്ങനെ ഡ്രസ്സ് മാറി മാറി ഇടണമെങ്കിൽ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ ഓരോ ജോഡി ഡ്രസ്സും കൊണ്ട് പോകേണ്ടി വരും. കാരണം ഇപ്പം എടുത്തിട്ടുള്ള ഈ ലാസ്റ്റ് 4 വീഡിയോസും ഞാൻ ഒരേ പാറ്റേണിൽ അല്ലെ ഒരു വഴിക്ക് പോയപ്പോൾ എടുത്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങൾ എന്നെ വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഒത്തിരി സന്തോഷം. ഇനി ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാവേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ എനിക്കധികം ഡ്രസ്സൊന്നും ഇല്ലെന്നേ, ഉള്ള ഡ്രസ്സൊക്കെ അല്ലേ ഉള്ളൂ, തിരിച്ച് പറിച്ചിടാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാണേ. ഇനി എങ്ങോട്ട് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന്. ചായ കുടിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമല്ല കേട്ടോ, അതാകുമ്പോൾ വീട്ടിൽ പോയി എല്ലാത്തിനും കൂടെ കാപ്പി ഇടേണ്ട ആവശ്യം വരുന്നില്ലല്ലോ, പുറത്തുനിന്ന് കുടിച്ചിട്ട് പോവാണേ. പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിക്കുന്നത് ഒരു വൈബല്ലേ അല്ലേ. അങ്ങനെ ഞങ്ങൾ നേരെ ലക്ഷ്യം വെച്ചേക്കുന്നത് ചായക്കടയാണ്. വണ്ടിയിലാണെങ്കിൽ നല്ല മ്യൂസിക് കേട്ടപ്പോൾ ഡാൻസ് കളിക്കാൻ തോന്നി. അല്ലെങ്കിലും അങ്ങനല്ലേ, നമുക്ക് എത്ര ഡാൻസ് അറിയത്തില്ലെങ്കിലും ചില പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തുള്ളിപ്പോലെ. അങ്ങനത്തെ തുള്ളുന്നൊരു പാട്ടായിരുന്നു. അല്ലാതെ ഞാനൊരു തുള്ളൽക്കാരിയേ അല്ല, പക്ഷെ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബൈ ദ ബൈ. അങ്ങനെ നമ്മൾ ചായക്കട ചെന്ന് കേട്ടോ, എല്ലാവരും ചായയും ഞാനൊരു കോഫിയും പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ചായയും കടിയെല്ലാം കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക്. എൻ്റെ ഡാൻസ് കഴിഞ്ഞു, ഇനി അടുത്തത് പാട്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചില പാട്ട് കേട്ടാൽ നമുക്ക് കൂടെ പാടാൻ തോന്നും, നമുക്ക് തന്നെ തോന്നും നമ്മൾ KS ചിത്രയോ S ജാനകിയോ ഒക്കെയാണ് എന്തെങ്കിലും പാട്ട്. അപ്പോൾ ശരിയെന്നാ പോയേച്ചും വരാം.